ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മളിന്നിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മളെപ്പോഴും ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടും ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടൊക്കെയല്ലേ ചിക്കൻ ഫ്രൈ കഴിക്കാറുള്ളത്. അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ കുക്കറിൽ ദം ചെയ്തെടുക്കണം മാതിരി ആവിയിൽ കുക്ക് ചെയ്തെടുക്കുന്ന ചിക്കനാണിത്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെയിനായിട്ട് ഞാനൊരു 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫുൾ ചിക്കൻ അല്ലേ, മുഴുവനായിട്ടുള്ള ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് 2 ടീസ്പൂണോളം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്തൂരി മേത്തിയാണിത്. കസ്തൂരി മേത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ചിക്കന്. ഇപ്പോൾ നമുക്കിനി വേണ്ടത് ഓയിലാണ്. നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, കോക്കനട്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതും കൂടിയും ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താലും മതി. അതായത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് 2-3 കുരു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ മസാലയിൽ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ഇത്തിരി കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതേ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ നീക്കി വയ്ക്കാം. നമ്മുടെ ചിക്കൻ വരിയാനായിട്ട് തുടങ്ങാം. ചിക്കൻ വരിയുമ്പോൾ നന്നായി ഉള്ളിലേക്ക് താത്തി തന്നെ വരിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ചിക്കൻ അല്ല, അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കണമെങ്കിൽ നന്നായി ഉള്ളിലേക്ക് വരിയണം. നന്നായി അടുപ്പിച്ച് 2 സൈഡും നന്നായി വരിഞ്ഞെടുത്തോളൂ. അപ്പോൾ ആ ചിക്കനൊക്കെ നന്നായി വരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലേക്കൊക്കെ നന്നായി ആക്കി കൊടുത്തോളൂ കേട്ടോ. വരിഞ്ഞാൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ ഹെൽത്തി എന്ന് പറയാൻ കാരണം തന്നെ നമ്മൾ ആകെ നേരത്തെ ഒഴിച്ചു കൊടുത്ത ഓയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ചിക്കൻ കുക്കറിൽ വെച്ചിട്ട് ആവിയിൽ കുക്ക് ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡിലേക്ക് നന്നായി തന്നെ ഒന്ന് പരട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാവരുടെയും മസാല പറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുടെയും നന്നായി മസാലയൊക്കെ പറ്റി എത്തിയില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ 2 കാലും പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു നൂലുകൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ആരുടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചോദിച്ചോളൂ. ഒറ്റയ്ക്ക് കെട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ചിറകിൻ്റെ അവിടെയും കൂടി ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ നന്നായി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിത് എടുത്ത്
ഫ്രിഡ്ജിലേക്ക് വെച്ച് വെക്കാം. അപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇനി കുക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ കുക്കറിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ ചിക്കൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു വാഴ രണ്ട് വാഴ ഞാൻ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിതാ നമുക്കിതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ വാഷറും എടുത്ത് നീക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആവി ഒന്ന് പുറത്തേക്ക് പോയിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കറൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നിട്ട് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി ആവിയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മസാല പറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുക്കറിൻ്റെ സൈഡിലൊന്നും തട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൈഡിലൊരു വാഴ ചീന്തി വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുറ്റും അതിൻ്റെ സൈഡിലും വാഴയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേടിക്കണ്ടല്ലോ. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കസ്തൂരി മെത്തിയുടെ ലീഫ് ചേർത്ത കാരണം കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരുന്നുണ്ട്. നല്ലോണം കുക്കായിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ. ആ ചിക്കനിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.